അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു മനുഷ്യനിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാതൃകയുണ്ട്. മുത്തുനബി പഠിപ്പിച്ച ഓരോരു സ്വഭാവം, ഓരോരു വിഷയം അത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അംഗീകരിക്കുന്ന വിഷയമാണ്. അതാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ലഖദ് കാന ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുത്തുനബിയിലുണ്ട് നല്ലൊരു മാതൃക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കാണാം. ഫഖദ് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഇദാ അഅ്തസ, മുത്തുനബി തുമ്മിയാൽ മുത്തുനബിയുടെ എന്താ ചെയ്യുക, മുത്തുനബി എങ്ങനെയാണ് അതുമായി ഇടപെട്ട് മുത്തുനബിയുടെ പ്രവൃത്തി. മുത്തുനബിക്ക് തുമ്മേണ്ടി വന്നാൽ, മുത്തുനബിക്ക് തുമ്മാൻ മുട്ടിയാൽ അവിടെ നിന്ന് മുത്തുനബി ചെയ്യുന്ന വലിയൊരു മാതൃകയാണ് അവിടുത്തെ കയ്യോ അല്ലെങ്കിൽ വസ്ത്രമോ മുത്തുനബി അവിടുന്ന് വായിലേക്ക് പൊത്തിവെക്കും. അത് വല്ലാത്തൊരു വിഷയമാണ്. പലപ്പോഴും നാം ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. നാം ആൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ നാം ഇങ്ങനെ തുമ്മുമ്പോൾ കൈ വെച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ വസ്ത്രം നമ്മളെ വായിലേക്ക് പൊത്തി വെച്ചില്ലെങ്കിൽ നമ്മൾ നിന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ തുമ്മലൊക്കെ തിരിക്കുകയാണ്. അത് ഏതൊരു മനുഷ്യനും വെറുക്കുന്ന കാര്യമാണ്. അതായത് മറ്റൊരാൾ നമ്മളിലേക്ക് തുമ്മുമ്പോൾ അവൻ്റെ തുമ്മൽ നമ്മളിലേക്ക് തിരിച്ചാൽ നാം ഏതായാലും അവനെ വെറുക്കും. അതാണ് മുത്തുനബി പഠിപ്പിച്ച വലിയൊരു സ്വഭാവമാണ്. അവിടുത്തെ കയ്യോ അവിടെ നിന്ന് അവിടുത്തെ വസ്ത്രമോ മുത്തുനബി അവിടെ നിന്ന് വായിലേക്ക് പൊത്തിവെക്കുകയാണ്. രണ്ടാമതോ വഖഫള ബിഹി സൗതഹു, എത്രമാത്രം അവിടുത്തെ ആ തുമ്മലിൻ്റെ ശബ്ദം ചുരുക്കാൻ പറ്റുമോ കുറക്കാൻ പറ്റുമോ അത് മുത്തുനബി ഇങ്ങനെ കുറക്കുകയാണ്. അതായത് ഒരാൾക്കാരൊക്കെ തുമ്മുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും അറിയപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ തുമ്മുകയാണ്. എന്തെന്നില്ലാത്തൊരു ശബ്ദമാണ്. അതൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ, ഒന്ന് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ആ ശബ്ദം കുറക്കാൻ പറ്റും. അത് നല്ലൊരു സ്വഭാവമാണ്. ഏതൊരാളും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. അതാണ് മുത്തുനബി അവിടുത്തെ ആ ശബ്ദം, ആ തുമ്മലിൻ്റെ ശബ്ദം മുത്തുനബി കുറക്കുകയാണ്. എന്നിട്ടോ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അങ്ങനെ തുമ്മിയാൽ ഇത് ഹമിദല്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എവിടെയും മുത്തുനബി അത് മറന്നിട്ടില്ല. അള്ളാഹു ആണ്, അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. തുമ്മുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എത്രയോ അനുഗ്രഹങ്ങൾ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടൊക്കെ കുറേ നേട്ടങ്ങൾ ഒരു തുമ്മൽ കൊണ്ട് കിട്ടുകയാണ്. അപ്പം അങ്ങനൊരു നിയമത്താണ് അള്ളാഹു തന്നതിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് സ്തുതിച്ച് പറയുകയാണ്. അവിടെ നിന്ന് മുത്തുനബി ഹംദ് പറയാണ്. അങ്ങനെ ഫയുഖാലു ലഹു യർഹമുക്കുമുല്ലാഹ്, അങ്ങനെ ഇത് മുത്തുനബിയുടെ സ്വഭാവമാണ്. അപ്പൊ മുത്തുനബി സഹാബാക്കളുടെ അരികിൽ മുത്തുനബി ഇരിക്കുമ്പോൾ മുത്തുനബിയുടെ തുമ്മുന്ന സമയത്ത് മുത്തുനബിയുടെ ജീവിത ആ ശൈലി ഇങ്ങനെയായിരുന്നു. അവിടെ നിന്ന് വായി പൊത്തിപിടിക്കും, ശബ്ദം കൊടുക്കും, അവിടെ നിന്ന് നല്ല നിലയ്ക്കൊരു ഹംദ് അവിടെ നിന്ന് മുത്തുനബി പറയും. ഈ ഹംദ് കേട്ട പാടെ സ്വഹാബാക്കൾ അവിടെ നിന്ന് അതിന് മറുപടി പറയാണ്, യർഹമുക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് സ്വഹാബാക്കൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ഫയഖൂലു, മുത്തുനബി അങ്ങോട്ട് അവർക്ക് മറുപടി കൊടുക്കും, യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. വല്ലാത്തൊരു ദുആയും മുത്തുനബി അങ്ങോട്ടും അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. നോക്ക്, ചെറിയൊരു വിഷയമാണ് തുമ്മൽ എന്ന് പറയുമ്പോൾ നാം ഒന്ന് ചെറിയായിട്ട് കാണുകയാണ്. ഇതൊന്നും വലിയ വിഷയമല്ല എന്ന് കാണുകയാണ്. പക്ഷേ മുത്തുനബി ഇത്ര ചെറിയൊരു വിഷയം എന്ന് നമ്മൾ തോന്നുന്ന ഈ വിഷയത്തിൽ എന്തെല്ലാം ഇവിടെ മുത്തുനബി ശ്രദ്ധിച്ചു. എത്രയെല്ലാം വിഷയങ്ങളാണ് ഇതിൽ മാതൃകയുള്ളത്. ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും, ഒരു നല്ലൊരു ശൈലിയാവൂലേ നമ്മുടെ ജീവിതം. ഇതാണ് മുത്തുനബിയുടെ ഓരോരോ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷം, അത് വല്ലാത്തൊരു ശൈലിയാണ്. അതാണ് നാം പിൻപറ്റേണ്ടത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് എവിടെ തന്നെ പറയുന്നുണ്ട്, വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തശത ശദീദത ഫിൽ മസ്ജിദ്, പള്ളിയിലോ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത്
നല്ല ഒച്ച വെച്ച് തുമ്മുന്നത് മുത്തുനബി വെറുക്കുമായിരുന്നു, മുത്തുനബി ഇഷ്ടപ്പെടില്ലായിരുന്നു. സ്വഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ ഒരു തുമ്മുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 കാര്യമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് മുത്തുനബി ഈ ഹദീസിലൂടെ അവിടുത്തെ ആ ശൈലിയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, അതേ ആരെയും നാം ധരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക, കൈവെക്കുക അല്ലെങ്കിൽ വസ്ത്രം അവിടുന്ന് പൊത്തിവെക്കുക. അതേപോലെ തന്നെ ശബ്ദം കുറക്കുക, ഹംദ് പറയുക. ഇനി ഹംദ് പറഞ്ഞവൻ കേട്ടാൽ യർഹമുക്കല്ല പറയുക. അത് പറഞ്ഞത് കേട്ടാൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് നല്ല നിലക്ക് പറയുക. വലിയ നേട്ടമാണ്, വലിയ ബർക്കത്താണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.